നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഡയാലിസിസ് പ്രവർത്തനങ്ങളുടെ 4 വർഷം പൂർത്തിയാക്കി. 2021 സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വൃക്കകൾ രണ്ടും പ്രവർത്തനരഹിതമായവർക്കുള്ള പാലിയേറ്റീവ് പരിചരണമായി ഡയാലിസിസിനെ ആൽഫ കാണുന്നു. 32 മെഷീനുകളിൽ ദിവസവും 3 ഷിഫ്റ്റുകളിലായി 100ഓളം പേർക്കാണ് ആൽഫ സൗജന്യ ഡയാലിസിസ് നൽകുന്നത്. സൗജന്യ ഡയാലിസിസിന് പുറമെ യാത്ര ചെയ്യാൻ 2 ടെമ്പോ ട്രാവലർ വാഹനങ്ങളും ഒപ്പം മരുന്നുകളുടെയും പരിശോധനകളുടെയും പിന്തുണയും ആൽഫ ഡയാലിസിസ് നൽകുന്നു. 78,370 സൗജന്യ ഡയാലിസിസുകളാണ് 4 വർഷത്തിനുള്ളിൽ നൽകിയതെന്ന് ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഭാരവാഹികളായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ്, സെക്രട്ടറി PK ജയരാജൻ, ട്രഷറർ MK രാജീവ് എന്നിവർ അറിയിച്ചു. ഈ സേവനങ്ങൾ നൽകാൻ സഹായിച്ച ഡയാലിസിസ് രക്ഷാധികാരികൾ, പ്രതിമാസ ഡയാലിസിസ് സ്പോൺസർഷിപ്പ് നൽകുന്ന ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങൾ, സർവോപരി ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ, ട്രസ്റ്റിമാർ എന്നിവർക്കെല്ലാം എക്സിക്യൂട്ടീവ് കൗൺസിൽ നന്ദി അറിയിച്ചു. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജിന്റെ നേതൃത്വത്തിൽ 21 ഡയാലിസിസ് ടെക്നീഷ്യന്മാരും നഴ്സുമാരുമുള്ള മെഡിക്കൽ ടീമാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആൽഫയുടെ വിവിധ സെന്ററുകളിലെ ഡോക്ടർമാർ, ഫിസിയോതെറാപ്പിസ്റ്റുമാർ, നഴ്സിംഗ് സൂപ്പർവൈസർമാർ, ആൽഫ തറവാട്ടിലെ പ്രധാന ചുമതലകൾ വഹിക്കുന്നവർ എന്നിവരുടെ പ്രത്യേക യോഗം, ആൽഫ ചെയർമാൻ, ഡയറക്ടർമാർ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വം വഹിക്കുന്നവർ എന്നിവരുടെ യോഗം ഇന്നലെ എടമുട്ടം ഹോസ്പിസിൽ നടന്നു. ആൽഫ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചും സേവനങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിനെക്കുറിച്ചും ദിവസം മുഴുവൻ നീണ്ട ചർച്ചകൾ നടന്നു. ഈ രംഗത്തെ വെല്ലുവിളികളെക്കുറിച്ചും പ്രത്യേകിച്ച് സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചും അത് മറികടക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. ചെയർമാൻ MK നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഡോക്ടർ രേവതി ജെ രാജൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.